ഇനിയിപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് എന്താകും പി വി അൻവറിന്റെ നീക്കങ്ങൾ, പി വി അൻവറിന്റെ പ്രതികരണം എന്നത് തന്നെയാണ്. അൻവർ ഷൗക്കത്തിനെ തള്ളിക്കളഞ്ഞിരുന്നു. പക്ഷേ ആര്യാടൻ ഷൗക്കത്ത് എന്ന തീരുമാനത്തിലേക്ക് തന്നെ കോൺഗ്രസ് നേതൃത്വം എത്തുകയാണ് ചെയ്തത്. പി വി അൻവറിന്റെ ഭീഷണികൾക്ക് ആ സമ്മർദ്ദ തന്ത്രത്തിന് വഴങ്ങേണ്ടതില്ല എന്ന് തന്നെ കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി ഒരു കടുത്ത നിലപാടിലേക്ക് മത്സരിക്കാം എന്ന ഒരു തീരുമാനത്തിലേക്കൊക്കെ അൻവർ എത്തിച്ചേരുമോ എന്നുകൂടി ഉറ്റുനോക്കേണ്ടതുണ്ട്. 6 മണിക്കാണ് പി വി അൻവർ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഈ ഒരു തീരുമാനവുമായി ബന്ധപ്പെട്ട് അൻവറിന്റെ പ്രതികരണം ഉണ്ടാകും. ഇപ്പോൾ അൻവറിന്റെ വീട്ടിൽ നിന്ന് ഷബീർ ഒമറാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ഷബീർ, 6 മണിക്കിലെ വാർത്താ സമ്മേളനം ഒരു കടുത്ത നിലപാടിലേക്ക് അൻവർ നീങ്ങുമോ അതോ കോൺഗ്രസിനൊപ്പം പിന്തുണയുണ്ടാകും എന്ന് തന്നെ അറിയിക്കാനാണോ സാധ്യതയുള്ളത്? ദിവ്യ, അൻവർ എന്ത് നിലപാടെടുക്കുമെന്ന് സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. ഏത് നിലപാടെടുക്കുമ്പോഴും അദ്ദേഹത്തിന് വലിയ തരത്തിലുള്ള ക്ഷീണം സ്വാഭാവികമായും ഉണ്ടാകും. കാരണം UDF ഇപ്പോൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയസാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥിയാണ് എന്ന് PV അൻവർ തുറന്നടിച്ചതാണ്. ഇന്ന് രാവിലെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ മുഖവിലക്കെടുക്കാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിയോജിപ്പിനെ എതിർപ്പിനെ പരിഗണിക്കാതെ ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ PV അൻവർ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യം ബാക്കിയാണ്. ഒപ്പം തന്നെയാണ് PV അൻവറിനെ സംബന്ധിച്ച് LDFുമായി ബന്ധപ്പെട്ട എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് CPMനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിച്ച് പിണറായി വിജയനെതിരെ തന്നെ പോരാട്ടം പ്രഖ്യാപിച്ചാണ് PV അൻവർ MLA സ്ഥാനം അടക്കം രാജിവെച്ച് കോൺഗ്രസിനോടൊപ്പം അല്ലെങ്കിൽ UDFിനോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. അത്തരമൊരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് മറ്റൊരു രാഷ്ട്രീയ അഭയമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. UDF അല്ലെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ അഭയം അദ്ദേഹത്തിനില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി അദ്ദേഹത്തിന് പരിഗണിക്കേണ്ടി വരും. ഒപ്പം തന്നെയാണ് PV അൻവർ ഇന്നലെ വരെ UDFിന്റെ സ്ഥാനാർത്ഥി ആരാണെങ്കിലും താൻ പിന്തുണയ്ക്കും. താൻ മാത്രമല്ല TMC കേരള ഘടകവും പിന്തുണയ്ക്കും. UDFിന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതുവരെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ UDFിന്റെ സ്ഥാനാർത്ഥി വിജയിക്കുന്നതുവരെ വിശ്രമമില്ലാതെ അതുമായി ബന്ധപ്പെട്ട് പ്രചാരണ രംഗത്തുണ്ടാകുമെന്നതടക്കം PV അൻവർ നേരത്തെ പറഞ്ഞതാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം പോലും ആ നിലയ്ക്കുള്ള പ്രതികരണം നടത്തിയ PV അൻവറാണ് ഇന്ന് രാവിലെ ഇത്തരത്തിൽ, അതായത് ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുകയാണെങ്കിൽ ഈ മണ്ഡലത്തിൽ തോറ്റുപോകും എന്ന് അദ്ദേഹം തുറന്നു പറയുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് വലിയ പ്രതിസന്ധി PV അൻവർ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് നിലപാടായിരിക്കും അദ്ദേഹം സ്വീകരിക്കുക എന്നുള്ളതിൽ വ്യക്തമല്ല. ഒരുപക്ഷെ അദ്ദേഹം ലക്ഷ്യമിട്ടത് ഒരു സമ്മർദ്ദ തന്ത്രമാകാം. ഒരുപക്ഷെ അദ്ദേഹം ലക്ഷ്യമിട്ടതെന്ന് വിലയിരുത്തലുണ്ട്. പ്രത്യേകിച്ച് UDF മുന്നണി പ്രവേശനം, അതായത് മുന്നണിയിൽ TMCയെ മുന്നണിയുടെ ഭാഗമാക്കേണ്ടത് തെരഞ്ഞെടുപ്പിന് മുമ്പ് വേണമെന്ന ആവശ്യം PV അൻവർ നേരത്തെ ഉന്നയിച്ചിരുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ അണികളും അത് വലിയ തരത്തിൽ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കുകയും ഒടുവിൽ UDF അന്നത്തെ മുൻ UDF കൺവീനറായിട്ടുള്ള MM ഹസൻ പറഞ്ഞത് VD സതീശൻ, പ്രതിപക്ഷ നേതാവ് VD സതീശനായിരിക്കും PV അൻവറിനെ ഏത് നിലയ്ക്ക് സഹകരിപ്പിക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക എന്നാണ്. എന്നാൽ അതിനുശേഷം കാര്യമായ മുന്നോട്ട് പോക്ക് അതുമായി ബന്ധപ്പെട്ടില്ല. VD സതീശൻ നേരത്തെ പറഞ്ഞ നിലപാട് തന്നെയാണ് പിന്നീട് പല ഘട്ടങ്ങളിലും, ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം പോലും VD സതീശൻ ആവർത്തിച്ചത് PV അൻവർ തങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കും, അദ്ദേഹത്തിന്റെ പിന്തുണ തങ്ങൾക്കുണ്ടാകും. എന്നാൽ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മുന്നണി പ്രവേശനം നേടിയെടുക്കുക എന്ന ലക്ഷ്യം കൂടി PV അൻവറിനുണ്ടായിരുന്നു ഈ തുറന്ന പറച്ചിലിൽ എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് എന്തെങ്കിലും നീക്കുപോക്കുകൾ കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാകുമോ എന്ന് വ്യക്തതയില്ല. പ്രത്യേകിച്ച് നിലമ്പൂർ പോലെ ഒരു മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി വിജയസാധ്യത പരിഗണിക്കുമ്പോൾ മറ്റെല്ലാ ഘടകങ്ങളും മാറ്റിവെച്ചാൽ അൻവർ എന്ന ഫാക്ടർ വലിയ തരത്തിൽ UDFിന് പിന്തുണയ്ക്കുകയാണെങ്കിൽ അൻവർ എന്ന ഫാക്ടർ വലിയ തരത്തിൽ UDF സ്ഥാനാർത്ഥിക്ക് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 തവണ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കയറിയ MLA എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ജനങ്ങളിലെ മണ്ഡലത്തിലെ വോട്ടർമാരിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്ന വിലയിരുത്തലുണ്ട്. അപ്പോൾ PV അൻവറിന്റെ സാന്നിധ്യം, സഹായം, സഹകരണം UDFും